പിന്നെ 7 മണിക്കെത്തി. അപ്പോൾ അതിനു മുമ്പ് പിന്നെ വരുന്നവരും ഇവിടെ ഇപ്പം തടഞ്ഞിട്ടിരിക്കുന്നത്. കാരണം പറയുന്നത് കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് കടത്തിവിട്ടാലും ബാക്കി ഹൈവേയിലോട്ടിയാലും പിന്നെ വണ്ടി കടത്തിവിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ ഇപ്പോൾ ഒരു സംവിധാനമാക്കാണ്ട് ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ശബരിമലക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്രയധികം തിരക്ക് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കാരണം അവിടെ ലക്ഷക്കണക്കിന് എത്രയോ ഇതിലോ വലിയ തിരക്കുള്ള ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ വരുന്നതാണ്. ഇപ്പോൾ നാളെ മറ്റന്നാൾ നട എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ കാരണം ചെറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം പിന്നെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ എന്ന് പറയേണ്ട ഇത് നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയേണ്ട ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല. കാരണം ശബരിമലക്ക് കാരണം അത്രയ്ക്ക് വിശ്വാസം നമ്മളല്ല. എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരെ ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തി. ആദ്യം പറഞ്ഞ അവർ 9 മണിക്ക് ഇവിടുന്ന് വിടാമെന്ന് പറഞ്ഞു. 9 മണി കഴിഞ്ഞ് 8 മണിയെന്ന് പറഞ്ഞു. പിന്നെ 9 മണിയായി. ഇപ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ അവർ പറയുന്നത് വൈകുന്നേരം ഇവിടുന്ന് വിടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ശേഷം ചെറിയ കുട്ടികളും ഭക്ഷണമില്ല, ഒന്നുമില്ല, വെള്ളമില്ല, ഒരു ക്യാമ്പിലില്ല, മൊത്തത്തിൽ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ നിൽക്കുന്നത് ചെറിയ കുട്ടികളെയും കൊണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. നമുക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. ബസ്സിന് ഉറക്കമൊഴിഞ്ഞ് ക്ഷീണം വേറെയുണ്ട്. തന്നെ തീരെ ഉറങ്ങാൻ. തീർത്ഥാടകർ പറയുന്നുണ്ടല്ലോ അവരുടെ ബുദ്ധിമുട്ട് അങ്ങേയറ്റമാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെ നമുക്ക് ഓർക്കണം. ദർശനം കണ്ട് മടങ്ങണം. കാരണം നേരത്തെയൊക്കെ ഇത്തരത്തിൽ തിരക്ക് വന്നപ്പോൾ പന്തളത്ത് എത്തി അവിടെ മാലയൂരി നെയ്യഭിഷേകം നടത്തി തിരികെ പോകുന്ന അവസ്ഥ പോലും, ദയനീയ അവസ്ഥ പോലും കാണേണ്ടി വന്നു. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അവരെയൊക്കെ വന്ന് ഇടപെട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. അവർക്ക് അതാത് സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളവുമൊക്കെ നൽകണം. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. അതൊക്കെ മോണിറ്റർ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? പോലീസ് സ്ഥലത്ത് പോലീസിനെ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അന്യത്തിനപ്പുറത്തേക്ക് എന്താണ് ഭക്തർക്ക് കൂടി സമാധാനപരമായിട്ട് അവർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? പ്രജീഷ്, ശബരിമലയിലെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾ ഇറങ്ങി വരുന്നതിനനുസരിച്ച് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടാനാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. അല്ലാത്ത പക്ഷം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവും. അതായത് തിരക്ക് ഇപ്പോൾ ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം ഭക്തർ തീർത്ഥാടനത്തിനെത്തി അവർ ദർശനവും നടത്തി മടങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും പുലർച്ചെ മുതൽ തന്നെ നീലിമല മുതൽ സന്നിധാനം വരെ ക്യൂ ആണ്. അപ്പോൾ ഇവരെത്തിയ വാഹനങ്ങൾ ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇറങ്ങിപ്പോയതിനു ശേഷം അതിൻ്റെ മുറയ്ക്കനുസരിച്ച് മാത്രമേ തങ്ങൾക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റൂ, പമ്പയിലേക്ക് കടത്തിവിടാൻ പറ്റുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ പോലീസ് നൽകുന്ന മുന്നറിയിപ്പും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഭക്തർ ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ ഭക്തർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നാണ്. പക്ഷേ മണിക്കൂറുകളോളം എരുമേലിയിലെയും മറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലുമൊക്കെ തങ്ങേണ്ടി വരുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളുമായൊക്കെ തങ്ങേണ്ടി വരുന്ന അവസ്ഥ കൊടിയ പാതകമാണ്. അത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അത് വളരെ മോശമാണ് എന്ന രീതിയിലാണ് ഭക്തരുടെ പ്രതികരണം. പേട്ടതുള്ളൽ റോഡ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ പേട്ടതുള്ളൽ റോഡിൽ ഉൾപ്പെടെ വാഹനങ്ങൾ കടത്തിവിടാത്ത രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ട്. അതാണ് തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലും തീർത്ഥാടകർ എത്തി തടഞ്ഞത്. അതിനുശേഷം മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ പോലീസ് ഇപ്പോൾ ഭക്തരെ അണിനയിപ്പിച്ച് ഈ പൊൻകുന്നം, പാല, എരുമേലി ഭാഗങ്ങളിൽ നിന്നൊക്കെ ഭക്തരെ കടത്തിവിടുന്നുണ്ട്. അതേസമയം വൈക്കത്ത് ഇപ്പോഴും ഭക്തരുടെ പ്രതിഷേധം തുടരുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് ഇതര സംസ്ഥാനത്തുള്ള ഭക്തരുൾപ്പെടെ